എന്താ എടുത്തേക്ക് വയ്യേ? ഒരു തലവേദന രാവിലെ തൊട്ട് തുടങ്ങിയതാ. മനസ്സിൽ സങ്കടം കിടന്ന എടുത്തേക്ക് മുമ്പ് ഉണ്ടാവാറുണ്ട് ഈ തലവേദന. അച്ഛന്റെ കാര്യം എന്തോ. പപ്പേട്ടിന് നാളെ വൈകുന്നേരം എത്താതെ വയ്യ. പത്മനാഭൻ പോട്ടെ, അത്യാവശ്യമാണെങ്കിൽ നീ ഇവിടെ ഉണ്ടായാ മതി. അയ്യോ, അവിടെ കുട്ടിയോട് തനിച്ചല്ലേ. വ്യത്യാസമൊന്നുമില്ലെങ്കില് ഞാനും പോവും. എടുത്തുണ്ടാവൂല്ലോ ഇവിടെ. ഞാൻ ബോംബെന്ന് വരുമ്പോഴേക്ക് ഒരു 100,000 കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് കുട്ടേട്ടൻ പോയത് ഒക്കെ തകരാറായി. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ഒരു ഫോൺ വന്നാൽ എടുക്കാൻ കൂടി ആളില്ല. മൂത്തോളുടെ കാര്യം വല്ലതും നോക്കണ്ടേ എടുത്തി? ശ്രീലത പഠിക്കല്ലേ, 10-17 വയസ്സാകുമ്പോഴേക്ക് കല്യാണം. 18. വരുന്ന ചിങ്ങത്തിന് 19. എടുത്തേക്ക് നരയ്ക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ. എന്റെ ഉള്ളിൽ അപ്പടി നരച്ചഴയുണ്ട്. ശ്രീലത എടുത്തിയെ പോലെ നല്ല പൊക്കം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കണ്ടപ്പോ. കഴിക്കാനുള്ള വല്ല ഏർപ്പാട് നോക്കുന്നുണ്ടോ ആവോ? എനിക്ക് സമയം തെറ്റിയാൽ ഗ്യാസ് ട്രബിളാ. ഞാൻ വരാം. എടുത്തേക്ക് വയ്യെങ്കിൽ കുറച്ച് കിടന്നോളൂ. എന്താ വിശാലത്തിന് അസുഖം വല്ലതും? തലവേദന. അതെ, ഞാനൊരു സ്വകാര്യം പറയട്ടെ. എടുത്തിയുടെ മുടി മുഴുവൻ നരച്ചിരിക്കുക. മുടി കറുപ്പിക്കണ മരം സ്ഥിരമായി തേച്ചാ തലവേദന വിടില്ല. കണ്ടാൽ അറിഞ്ഞൂടെ? രാജൻ വന്നല്ലോ. ബോധമുണ്ട്. മുത്തച്ഛൻ മരിച്ചോ? അയ്യോ, മുത്തച്ഛൻ സുഖമില്ലാതെ കിടക്കുക. രാജനൊക്കെ വന്നുണ്ട്. ഡോക്ടർമാർ ആരെങ്കിലും നോക്കിയോ? അച്ചോട്ടന്റെ വീട്ടിൽ പറക്കണേ ആ ആളാ വന്നത്. ശ്വാസത്തിൽ ഒരു നേർമയ്ക്കുള്ള മാറ്റമുണ്ട്. കുറച്ചു നേരമായോ എത്തിയിട്ട്? ഫോൺ കിട്ടിയ ഉടനെ പുറപ്പെട്ടു. അവിടെ വന്നപ്പോ ഹെൽത്തിന് ഒരു തകരാറും ഇല്ല. അതിപ്പോ ഒരു 4 മാസമായിട്ടുണ്ടാവും അല്ലേ? വയസ്സായതുകൊണ്ട് ഞാൻ സ്ലോ ആയെന്ന് കരുതിയോ? എടോ, ഇത് പഴയ മണ്ണാണ്. കേട്ടടി. ഏട്ടനും ഏട്ടത്തമ്മയും വേഗം മടങ്ങുമാവോ? ഞാൻ ചോദിച്ചില്ല. നമ്മളോടൊക്കെ സംസാരിക്കുന്നതിന്റെ കുറച്ചിലാണെന്നല്ലേ അവളുടെ ഭാവം. എന്നെയും കുട്ടികളെ ഇതുവരെ അങ്ങോട്ടൊന്ന് വിളിക്കുക. ഏട്ടൻ കാണുമ്പോഴൊക്കെ പറയും. പക്ഷെ അമ്മ കുറച്ച് വെള്ളം. ചായ തരാം, അല്ലെങ്കിൽ പാലും വെള്ളം. ഒരു ബിസ്ക്കറ്റ് പോലും ഇല്ല ഇവിടെ. ഞാൻ ഡ്രൈവറെ വിടാം. മോനെ, നീ എന്റെ കൂടെ വരുന്നോ? അവിടെ ശ്രീല ചേച്ചിയുണ്ട്, മാലയ ചേച്ചിയുണ്ട്. വീഡിയോ സിനിമ കാണാം. ഞങ്ങളുടെ അവിടെയുണ്ട്. കാണാൻ അമ്മ സമ്മതിക്കില്ല. കണ്ണ് ചീറ്റിയാ വന്നു. മോൻ പാല് കുടിക്കും. ഇതൊന്ന് കഴിയുന്നവരെങ്കിലും അടുക്കളപ്പണിക്ക് ഒരാളെ കിട്ടുമോ? എവിടെ ചെന്നാലും എനിക്ക് അടുക്കളപ്പണിയാണ്. താമോനെ, ഏടത്തിയമ്മയുടെ ചെയിനിലെ വെള്ളക്കല്ല് നോക്കിയോ? ഡയമണ്ടാ. ഞാൻ നോക്കിയില്ല. ഞാൻ ജോലിസ് ഒന്നും ഇപ്പൊ പുറത്തെടുക്കാറില്ല. ഇവിടെ അടുത്ത് ഹോട്ടലൊന്നും ഉണ്ടാവില്ല അല്ലേ? ചെറിയ ഹോട്ടലുകള്. ബാബുവിന് നേരത്തിന് വല്ല ആഹാരവും കൊടുക്കണ്ടേ? ആരോടാ പറയാ? അടുക്കളയുണ്ട്, സാധനങ്ങളുണ്ട്. അവനവൻ ഉണ്ടാക്കി കൊടുക്കണം. ഇടയ്ക്കൊക്കെ അങ്ങനെയാവാം, കുറെ ചേഞ്ച്. അച്ഛൻ ഇങ്ങനെ തന്നെ കിടക്ക വെച്ചാൽ നമ്മളിവിടെ നിന്നിട്ട് എന്താ കാര്യം? നഴ്സിംഗ് അറിയാവുന്ന ആരെങ്കിലും നിർത്തിയാ പോരെ? അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിച്ച് അവിടെ അടുത്ത് വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലും കൊണ്ടുപോകും. ഞാൻ മുറ്റത്ത് പോയി കളിക്കട്ടെ മമ്മി? ഇതേതാ കുട്ടികള്? അടുത്ത വീട്ടിലെ കുട്ടികൾ ആരെങ്കിലും ആവും. അവരെ പേടിപ്പിക്കണ്ട. പടക്കലെ കുട്ടികളാ? അതെ. നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ പേരെ കുട്ടികളാ. നീ പുസ്തകം വല്ലതും എടുത്തോ? ഇങ്ങനെ ക്ലാസ് മിസ് ചെയ്താൽ? ഡിഗ്രി ഫൈനൽ ഇയർ ഒന്നും അല്ലല്ലോ, സാരമില്ല. നമ്മൾ എന്നാ പോവാ? നിനക്കും തുടങ്ങിയോ തിരക്ക്? ബിസി, വന്നവർക്കൊക്കെ വെരി ബിസി. പൊയ്ക്കോ.
ഈ മാവ് തരത്തില്ല. എനിക്കൊരു മാങ്ങ പൊട്ടിച്ചു തരോ? മാങ്ങില്ല കുട്ടിയെ, ഇത് കായ്ക്കുന്ന മാവല്ല. അതല്ലേ ഇതെന്നെ വെട്ടാന്ന് ആലോചിക്കുന്നത്. ഇത് മതിയുടെ. ഓ മതി. എന്തിനാ ഈ മാവ് വെട്ടണേ? മുത്തശ്ശൻ മരിച്ച ദഹിപ്പിക്കണ്ടേ? മാവിന്റെ പറഞ്ഞോണ്ടല്ലേ മരിച്ചവരെ ദഹിപ്പിക്കുക. വേറെ ഇത്തിരി ജാസ്തിയാവും. ഓ സാറില്ല. മരിച്ചാ പിന്നെ എന്താ ഉണ്ടാവാ? മരിച്ചാ പിന്നെ ദഹിപ്പിക്കന്നെ. സുഹൃതം ചെയ്തവര് സ്വർഗത്തിൽ പോവും, പാപികൾ നരകത്തിൽ. മുത്തച്ഛ എങ്ങോട്ടാ പോവാ? മുത്തശ്ശൻ 1-ാം നമ്പർ ആളല്ലേ, സ്വർഗത്ത് തന്നെ. മുത്തശ്ശൻ മരിച്ച അടിയന്തരം പൊടിക്കും. മോൻ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ പോവാ. ഓ വായു ഇളകിന്നാ തോന്നണത്. അച്ഛനും കൂടി പോയാൽ പിന്നെ വീടെന്താ ചെയ്യാ? പൂട്ടിയിടൂ. എന്തെങ്കിലും ചെയ്യാം, അത് അപ്പോഴല്ലേ. എനിക്ക് ഹൗസിംഗ് ബോർഡിൽ നിന്ന് ഒരു പ്ലോട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കൂലി, മരത്തിന്റെ സിമന്റിന്റെ ഒക്കെ വില, വീട് പണി തുടങ്ങാനേ ഭയ. ശരിയാണ്. നീട്ടിവെക്കും തോറും ബഡ്ജറ്റ് കൂടുകയുള്ളൂ. സഹായിക്കാമെന്നൊക്കെ അച്ഛൻ സീതാലക്ഷ്മിയോട് പറഞ്ഞിരുന്നു. ഇതുവരെ ഒന്നും ഉണ്ടായില്ല. ഇത് വിറ്റാൽ ഇപ്പോൾ 1.5-1.25 കിട്ടുമെന്ന് ആളുകൾ പറയുന്നു. എന്തോ വിശാലത്തിന് സ്വന്തം വീട് എന്നയായി. രായന് ആവശ്യമില്ല. നള്ളിക്കിരിക്കുന്ന ബംഗ്ലാവും വാടകയ്ക്ക് കൊടുക്കാൻ 2-3 വീടും ഉള്ളപ്പോൾ രായൻ ഇതൊന്നും സാരമായി തോന്നില്ല. ഞങ്ങളുടെ കാര്യം ആകെ പരിങ്ങലിലാണ്. രായൻ അറിയാമല്ലോ. ഒക്കെ ശരിയാവും. ഞാൻ കണക്ക് പറയുകയല്ല. കല്യാണം ആലോചിച്ച കാലത്ത് പല പ്രോമിസും ഉണ്ടായിരുന്നു. വീട് പണിയുടെ കാര്യത്തിന് അവൾ അച്ഛന് 2 കത്തെഴുതി. എന്നിട്ടോ നത്തിങ്, നോ റിപ്ലൈ. പ്രോമിസ് ഒക്കെ കണക്ക് തന്നെ. ഞാൻ എന്ത് ചെയ്യാൻ പത്മനാഭ? അവശസ്ഥിതി കിടക്കയില്ലേ കേസിലെ പ്രതി. ഹരിചന്ദ്രനേക്കാൾ വലിയ സത്യവാനാണല്ലോ മാസ്റ്റർ. വാക്കിന് വിലയില്ലാത്തവരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ ശരിക്ക് കണക്ക് പറഞ്ഞ് വാങ്ങുമായിരുന്നു. കുറച്ചകത്ത് പോയി. നീ അപ്പുറത്ത് പോ. എനിക്കും കാണണം. എന്ത് കാണാൻ? മുത്തച്ഛ മരിക്കുന്ന എനിക്കും കാണണം. വാടവിടെ. അച്ഛൻ കുറച്ച് വെള്ളം കുടിച്ചു. നിങ്ങൾ അടുക്കളയിലേക്കല്ലേ? ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് എന്താ ചെയ്യാ? ഇവിടെ എടുത്തിരുന്നു. വരൂ. കുറേശ്ശെ വെള്ളം ചെല്ലണുണ്ട്. കണ്ണു തുറക്കണുണ്ട്. നല്ല മാറ്റമുണ്ട്. മാറ്റം അതൊരു കള്ള ലക്ഷണമാണ്. ഈ വലിയ വായ്ക്കൾ ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ചൊരു ശാന്തത തോന്നുന്നു. കാണുന്നവർക്ക് തോന്നുന്നു സുഖമാവുകയാണെന്ന്. ഈ രാത്രി കഴിഞ്ഞിട്ടുമോന്നാ എനിക്കിപ്പോ സംശയം. ഒരരച്ചിലയ്ക്ക് ഉണ്ടാക്കിയാൽ മതി. 4 കൂട്ടം ഉണ്ടാക്കാനൊന്നും ഇവിടെ ആളില്ല. വേണ്ടവര് കഴിച്ചാ മതി. മരിച്ചാലും ശരി, മരിച്ചില്ലേലും ശരി, ഞാൻ 12 ബസ്സിന് പോകും. എന്റെ കാര്യം അവതാളത്തിലായാൽ ആരും സഹായിക്കാൻ ഉണ്ടാവില്ല. അതെനിക്ക് അസലായിട്ട് അറിയുകയും ചെയ്യാം. അച്യുതൻ നായർ വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് നോക്ക് പണിക്കർ സാറിന്. ചെയർമാൻ വന്നോന്ന് അറിയാലോ. എത്താണ്ട് എവിടെ പോയാൽ പണിക്കരുടെ ഡിന്നറിന് 600 റുപ്യ എന്റെ പോവാ. അതറിയോ? അവരുടെ കല്യാണത്തിന്റെ 25 കൊല്ലം തികയണ ഡിന്നർ അല്ലേ? അതിന് പപ്പേട്ടൻ തന്നെ ചെലവേണേ. 2 കുപ്പി വിസ്കിക്ക് 600. കാര്യം നമ്മുടെ അല്ലേ? കൊടുത്തു. അത് കുറച്ച് കടുപ്പം തന്നെയാണേ. വേണ്ടതിന് ചെലവ് ചെയ്യണം. നിന്റെ ഈ നക്കാഫീസിലും വിടില്ല. അപ്പോയിന്റ്മെന്റിന് അധികാരമുള്ളതാണ് പ്രൊമോഷൻ പോസ്റ്റ്, പ്രൊജക്ട് ഓഫീസർ. 10 പേരെ വെക്കുമ്പോ 5000 വീതം വാങ്ങാൻ ഒരു പ്രയാസമില്ല. പൊയ്ക്കോളൂ. നാളെ ഉച്ചയ്ക്ക് പൊയ്ക്കോളൂ. ഞാനിവിടെ നിന്നോളാം. നീയും വേണം. നീയാണ് ഡിന്നറിന്റെ ഇടയിൽ ലോകത്തിൽ നിന്ന് കാര്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ. ബാക്കി പണിക്കർ സാർ മുഴിപ്പിച്ചോളൂ. ഞാനെങ്ങനെ അവരോടൊക്കെ സംസാരിക്കുക? നിന്റെ ഏട്ടത്തിയുടെ വകതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ വലിയ പൊസിഷനിൽ എത്തിയേനെ. ഇനിയിപ്പോ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്റെ ഏട്ടത്തി കൊഞ്ചിക്കൊഴഞ്ഞിട്ട് കുട്ടേട്ടന് വലിയ സാധനങ്ങൾ കിട്ടിയെന്ന് മുമ്പ് സൂചിപ്പിക്കണ ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്ന് പതുക്കെ. അങ്ങനെ വളർത്തിയ പെൺകുട്ടികളൊന്നല്ല ഞങ്ങള്. അത് നിങ്ങളുടെ വീട്ടിലെ. ഞാനൊന്നും പറയുന്നില്ല. നീ എന്റെ വീട്ടിനെ പറ്റി പറഞ്ഞാണ്ടല്ലോ. ആണുങ്ങൾക്ക് ചൊടി സാമർത്ഥ്യം വേണം. തലയേത്തിന് പ്രാഗിട്ടുന്ന പോരാ. കുട്ടേട്ടന് ഇതിലപ്പുറം ഓരോന്ന് കിട്ടും. മണി പോലെ ഇംഗ്ലീഷ് പറഞ്ഞു കേട്ടില്ലേ? കണ്ടു നുണച്ചോളി. സീതേ, അകത്തൊരാൾ അത്യാവശ്യം നില കിടപ്പുണ്ട്. അത് മറക്കണ്ട. വിഴുപ്പൊക്കെ പിന്നെ എപ്പോഴെങ്കിലും അലക്കാം.
ഏടത്തി കിടന്നോളൂ, ഞാൻ സ്വതവേ ഉറങ്ങാൻ വൈകും. ഏടത്തി എന്താ വല്ലാതിരിക്കുന്നേ? ഒരു തലവേദന. ഉറക്കം ഒഴിക്കുന്നത് കുറയ്ക്കണം. ഡിന്നറ്, പാർട്ടി, ലൈഫ് വളരെ ഫാസ്റ്റ് ആവുമ്പോൾ നമ്മളൊക്കെ ഓടി ഒപ്പമെത്താൻ കഷ്ടപ്പെടും. ഞാൻ തന്നെ വിഷമിക്കുന്നുണ്ട്. എന്ത് ഫാസ്റ്റ്, ഇങ്ങനെ കഴിയുന്നു എന്നല്ലാതെ. ബേസിക്കായി നമ്മളൊക്കെ തനി നാടന്മാരാ. എക്സിക്യൂട്ടീവിന്റെ കസേരയിലിരിക്കുമ്പോഴും ഞാൻ ഉള്ളിൽ പറയാറുണ്ട്, മാധവ മാഷ്ട മകൻ രാജനാണ് സഫാരി സൂട്ടിന്റെ ഉള്ളിൽ. ട്രാഫിക് വകുപ്പിന്റെ ബോർഡ് കണ്ടിട്ടില്ലേ? അപകടം ഒഴിവാക്കാൻ വേഗം നിയന്ത്രിക്കുക. എന്താ നീ അങ്ങനെ പറയാൻ? കുട്ടേട്ടൻ വല്ലേ നിന്നോട്? ഇതൊക്കെ കഴിയട്ടെ, എനിക്ക് ഏടത്തിയോട് അല്പം സംസാരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം ഒരിക്കൽ. കുട്ടേട്ടൻ എന്തേലും പറയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും എനിക്കറിയണം. കുട്ടേട്ടൻ പഴയ ആളാ, എന്നും ആ സാത്വിക ഭാവം വിടില്ല. പാവം. കുട്ടേട്ടൻ ഒന്നും പറഞ്ഞിട്ടല്ല. ആരാ പറഞ്ഞത്? എന്താണ് എന്നെപ്പറ്റി പറഞ്ഞത്? അതാണ് എനിക്കറിയേണ്ടത്. ഇടയ്ക്ക് ഓരോന്ന് കേൾക്കും. ഉദ്യോഗസ്ഥന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർ പോകുന്നവരല്ലേ, വീരസാഹസങ്ങൾ ഇരുന്ന് പറയും. ഹൈ ക്ലാസ്സിലെ പരദൂഷണം. ഞാനും അതിൽപ്പെട്ടവനായതുകൊണ്ട് ഇരിക്കേണ്ടി വരും. എന്താ നീ കേട്ടത്? പറയണോ? ചിലപ്പോ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വന്തക്കാരുണ്ടാവും എന്ന കാര്യം ചില വങ്കന്മാര് മറക്കും. അതിശയോക്തി തട്ടിക്കഴിക്കാം, എന്നാലും കേൾക്കുമ്പോ വിഷമം തോന്നും. കേട്ടിരിക്കുന്നതിൽ അനിയനുണ്ടെന്ന് പറയുന്നവനറിയില്ലല്ലോ. ആരാ പറഞ്ഞത്? എന്നെപ്പറ്റി ആരാ പറഞ്ഞത്? പതുക്കെ. ഞാനിത് ഇപ്പൊ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ല. പക്ഷേ നേരത്തെ അറിഞ്ഞാൽ അത്രയും കരുതിയിരിക്കാമല്ലോ ഏട്ടത്തിക്ക്. നോൺസെൻസ്, ശുദ്ധ നോൺസെൻസ്. ഏത് ബ്ലഡി റാസ്കലാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? പതുക്കെ. നോക്കൂ, സൊസൈറ്റി ഡ്രിങ്കിങ് ചിലപ്പോഴൊക്കെ വേണ്ടിവരും. രാജിലെ ക്രിസ്റ്റൽ റൂമിൽ കോക്ടെയിലിനിരിക്കുമ്പോഴും നമ്മളൊക്കെ മാധവ മാഷ്ട മക്കളാണെന്ന വിചാരം ഉള്ളിലുണ്ടായാൽ മതി. ആരുടെയൊക്കെയോ സുഹൃതം കൊണ്ട് അല്ലെങ്കിൽ ആക്സിഡന്റലായി എവിടെയൊക്കെയോ എത്തിപ്പെട്ടു എന്ന് തോന്നിയാൽ വളരെ നല്ലത്. ഓ, നളിനിയുടെ ഫ്രണ്ട്സ് പറഞ്ഞതാവും. അയ്യോ അല്ല, നളിനിക്ക് അവളുടെ സ്വന്തം കാര്യം നോക്കാൻ തന്നെ സമയമില്ല. ഭർത്താവിന്റെയും മകന്റെയും കാര്യം നോക്കാൻ ഒട്ടും സമയമില്ല. പിന്നല്ലേ ബന്ധുക്കളുടെ കാര്യം. ഷീസ് ഇന്നസെന്റ്. കുട്ടേട്ടന്റെ കൂടെ ചിലപ്പോ ഡിന്നറിന് പോകും. അപ്പോ ഡ്രിങ്ക്സ് കഴിക്കില്ലെന്ന് ഞാൻ വ്രതം ഒന്നും വെക്കാറില്ല. വ്രതം പാടില്ല, ഗുഡ്. പക്ഷേ 2 പെഗ് കഴിഞ്ഞാൽ ചിരി, 3 കഴിഞ്ഞാൽ പാട്ട്, 4 കഴിഞ്ഞാൽ ഇരിക്കാൻ ക്ഷണിച്ചാൽ കിടന്നോളും എന്ന് പറയിപ്പിക്കരുത്. വളരെ വേണ്ടതല്ല. സിഡോ സിഡോ. PRSന്റെ ചാപ്റ്റർ മീറ്റിംഗ് ഞാനും ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞൊരു ഡിന്നർ. അവിടെ വന്ന് ഒരുത്തന്റെ വക ബിസ്കിയുടെ പുറത്തെ കഥകൾ, പെണ്ണുങ്ങൾ അയാളെ കണ്ട് മോഹിച്ചു വീണ വീരകഥകൾ. ഒരു അപ്സ്റ്റാർട്ട് കുട്ടേട്ടന്റെ കമ്പനിയിൽ നിന്ന് ഒരുത്തൻ, പേര് ഗോപിനാഥ്. ചീഫ് പാവം കിഴവൻ, വലിയ വിശ്വാസം, നൈസ് മാൻ. ചീഫിന്റെ ഭാര്യയിൽ നിന്നും ശരീരം രക്ഷിക്കാനാണ് അത്ര അവന് കഷ്ടപ്പാട്. ടേക്ക് ഇറ്റ് ഈസി എടുത്തി. ഫ്രണ്ട്ഷിപ്പ് കാട്ടുന്നത് തെറ്റിദ്ധരിക്കും ചിലർ. ഇല്ലാത്തത് അപവാദമാക്കി പറയും സ്വന്തം മേനി കാട്ടാൻ. ഞാനിത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഏർത്തിപ്പോയി കിടന്നോളൂ, കിടന്നോളൂ.